induction method and deduction method. Induction method means particular to general. That is called induction. Induction ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തളിപ്പറമ്പിലുള്ള ഒരു ടൗണിൽ പോയപ്പോൾ നമ്മൾ ഒരു കാക്കേനെ കണ്ട്. ചെറിയ എക്സാമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് തോന്നും. ആ കാക്കേനെ കണ്ടപ്പോൾ അത് കറുത്ത കളറാണ്. അയാൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാക്കേനെ കുറിച്ച് നോക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, പക്ഷി ശാസ്ത്രജ്ഞനാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ കാക്കേനെ നോക്കിയിട്ട് അയാൾ കറുത്ത കളറാണെന്ന് കണ്ടു. അയാൾ നേരെ കോഴിക്കോട് പോയപ്പോൾ അവിടെയും കറുത്ത കളറാണെന്ന് കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ബോംബെയിലേക്ക് പോയി. ബോംബെയിലും കറുത്ത കളറാണെന്ന് കണ്ടു. ഡൽഹിയിൽ പോയി, അവിടെയൊക്കെ കറുത്ത കളറാണെന്ന് കണ്ടു. എന്നിട്ട് തിരിച്ച് പഴയങ്ങാടി പോയിട്ട് കടപ്പുറത്ത് പോയി, അവിടെയും കണ്ടു ഒരു കറുത്ത കാക്കനെ. ദെൻ ഹി ഈസ് ജനറലൈസിങ് വാട്ട് ദാറ്റ് ഈസ് all crows in this world are black in color. All crows in the world are black in color. ഈ ലോകത്തിലുള്ള എല്ലാ കാക്കകളും കറുത്ത കളറാണ് എന്ന് ജനറലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സോ കോൾഡ് ഇൻഡക്ഷൻ മെത്തേഡ്. അതാണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഒരു ചെറിയ ദാറ്റ് ഈസ് ഒരു സിമ്പിൾ നമുക്ക് പറയാം പെർട്ടിക്കുലർ ടു ജനറൽ. ഇൻഡക്ഷൻ മീൻസ് പെർട്ടിക്കുലർ ടു ജനറൽ. ഒരു ചെറിയ കേസ് എടുത്ത് ചെറിയ കേസ്, അതായത് ഇപ്പൊ നമ്മള് കോവിഡ് വന്നപ്പോൾ നമ്മൾ അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ച് കുറച്ചുള്ള ആൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതെല്ലാവർക്കും പറ്റുമെന്നത്. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ മെത്തേഡ്. അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുക. ഒരാൾക്ക് നടത്തി, രണ്ടാൾക്ക് നടത്തി, മൂന്നാൾക്ക് നടത്തി, നാലാൾക്ക് നടത്തി, 20 ആൾക്ക് നടത്തി, 100 ആൾക്ക് നടത്തി, 1000 ആൾക്ക് നടത്തി. അപ്പോ ഇങ്ങനെയാണെങ്കിൽ അത് നമ്മൾക്ക് എന്തുകൊണ്ട് നടത്തുക? അതിന്റെ ഇതാണ് ചിലപ്പോൾ ആദ്യം കുരങ്ങന്മാരിൽ നടത്തി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനിമൽസിൽ നടത്തി. അത് നടത്തുകയാണെങ്കിൽ അതേപോലെയുള്ള സ്ട്രക്ചറാണ് ഹ്യൂമൻ ബീയിങ്സിന് അപ്പോൾ ഇവിടെ നടത്താം എന്ന് പറയാം. അപ്പോൾ വാട്ട് ഈസ് സോ കോൾഡ് ദ ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ ഈസ് പെർട്ടിക്കുലർ ടു ജനറൽ. ക്ലിയർ? Particular to general. That is induction method. Then next induction deduction. Deduction means we are considering general to particular. General എന്ന് പറഞ്ഞാൽ all human beings are mortal. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും മരിക്കും നമുക്കറിയാം. സോ ബാലകൃഷ്ണൻ ഈസ് ഓൾസോ മോർട്ടൽ. അതാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും മരിക്കും. അപ്പൊ ജനറൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരികയാണ്. നേരത്തെ എന്താണ് ചെയ്യുന്നത്? പെർട്ടിക്കുലർ ടു ജനറൽ. ദാറ്റ് ഇസ് ഇൻഡക്ഷൻ. ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന എന്താണ്? ഡിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ, ഇങ്ങോട്ട് വൈസ് വേഴ്സ. അതാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ധാരാളം കേസുകളിൽ ഇൻ ഈച്ച് ആൻഡ് എവറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരും. അതായത് അത് പിന്നെ ഏത് സിമ്പിളി പറയുകയാണെങ്കിൽ ഏത് ലെവലിലായി കഴിഞ്ഞാൽ, അത് ഡിഗ്രി നേരത്തെ പറഞ്ഞ UG PG, അത് മെഡിക്കൽ ഫീൽഡ് ആയിക്കോ ഏത് ഫീൽഡ് ആയി കഴിഞ്ഞാൽ ഈ മെത്തേഡുകൾ അവിടെ കടന്നു വരും. പക്ഷെ നമ്മൾ അതായത് രീതിക്ക് അത് ഇന്നതാണ് എന്ന് പറയണമെന്ന് ഇല്ല. അതാണ് ടോട്ടൽ നോഷണൽ ലേണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ടോട്ടൽ നോഷണൽ ലേണിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു ഇയറിൽ കൃത്യമായി പഠിക്കുന്ന അവറുകളുടെ എണ്ണം. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എങ്ങനെയായാലും ജനറലി അത് എടുത്തിരിക്കുന്നത് 1200 അവർ പെർ ഇയറാണ്. അത് ഒരു വർഷത്തിൽ 1200 അവർ ആവറേജായിട്ട് ആ കുട്ടി പഠിച്ചിരിക്കണം. അപ്പോൾ ആ കുട്ടിക്ക് 40 ക്രെഡിറ്റ്സ് കിട്ടും. ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരും. ഞാൻ പറഞ്ഞു പലയിടത്തും റെപ്പറ്റീഷൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ഇനി വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ NDETയുടെ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ ഒരു കോഡ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിന് ശേഷമുള്ള ടോട്ടൽ നോഷണൽ അവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് 1200 നോഷണൽ അവേഴ്സാണ് പെർ ഇയർ വരുന്നത്. അതിന് 40 ക്രെഡിറ്റ്സ് പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഓർക്കാമെന്ന് നമുക്ക് നോക്കാം. 6ാം ക്ലാസ് എന്നുള്ളതിന് നമുക്ക് 6 നോക്കാം. അപ്പോൾ 6ൻ്റെ തീരത്ത് ബാർ എന്ന് പറയുമ്പോൾ ബാരഹെന്ന് കിട്ടണം. അപ്പോൾ 12 കിട്ടും. ബാറിൽ പോയി ചാറ് കൂട്ടി അടിച്ചു. ചാറെന്ന് പറഞ്ഞാൽ 4ആണ്. അപ്പോൾ നമുക്ക് 40 കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാം. 6ാം ക്ലാസ്സിന് ശേഷം ടോട്ടൽ നോഷണൽ അവേഴ്സ് പെർ ഇയർ വരുന്നത് 1200, ക്രെഡിറ്റ് പോയിൻറ്റ്സ് വരുന്നത് 40.